തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ്റെ പ്രസിദ്ധമായൊരു രചനയാണ് ആന ഡോക്ടർ. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ സമൂഹത്തിൽ പലതുകൊണ്ടും ശ്രദ്ധേയരായിട്ടുള്ള ചില മനുഷ്യരെ കേന്ദ്ര കഥാപാത്രമാക്കി കണ്ട് അദ്ദേഹം എഴുതിയ 6 കഥകളടങ്ങുന്ന അറം എന്ന ഒരു സമാഹാരത്തിൽ ഉൾപ്പെട്ട ഒരു രചനയാണിത്. തൻ്റെ ജീവിതം ആനകൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഡോക്ടർ കെ എന്നൊരു കഥാപാത്രം ആന ഡോക്ടറിൽ കടന്നു വരുന്നുണ്ട്. അത് തമിഴ്നാട്ടിലെ പ്രമുഖ മൃഗ ഡോക്ടറും വനസംരക്ഷകനുമായ ഡോക്ടർ വൈദ്യനാഥൻ കൃഷ്ണമൂർത്തിയാണ്. വന്യജീവികൾക്ക് പോസ്റ്റ്മോർട്ടം വേണം എന്ന നിയമം അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രമഫലമായിട്ടാണ് നിലവിൽ വരുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മരണപ്പെട്ട ആനകളിൽ ഭൂരിഭാഗവും മനുഷ്യരുടെ കയ്യാലാണ് സംഭവിച്ചത് എന്ന് നാം തിരിച്ചറിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പ്രമുഖ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ.എ. നസീർ ഇങ്ങനെ എഴുതുന്നുണ്ട്: ആന കാടിൻ്റെ രാജാവാണ്. ഈ വാക്കുകൾ 40-ൽ പരം വർഷങ്ങൾ മുതുമലക്കാടിനുള്ളിൽ താമസിച്ചിരുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ മാർക്ക് ദാവീദാർ മറ്റൊരു രീതിയിൽ പറയാറുണ്ട്: ആന കാടിൻ്റെ ദൈവമാണ്. ആനയെ കാടിൻ്റെ മകനായി കണ്ടുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാനാകുന്ന ഒരു കവിതയുണ്ട്. 1944 മലയാളത്തിൻ്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ സഹിൻ്റെ മകൻ എന്ന കവിത.